മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും ഒരു പനിക്കാലം എന്നുകൂടാണ് അതിൻ്റെ അർത്ഥം. പനിയുടെ മാത്രം അല്ലെങ്കിൽ എല്ലാവർക്കും പനി 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 ലീവുകളുടെ ഒരവസ്ഥ, ഇങ്ങനെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മഴക്കാലത്ത്. സർ, എന്താണ് മഴക്കാല രോഗങ്ങൾ? നമുക്ക് എന്തൊക്കെ മഴക്കാല രോഗങ്ങളാണ് പൊതുവെ കണ്ടുവരുന്നത്? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മുടെ ജീവിതശൈലിയിൽ? ശരിയാണ്, മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ആശുപത്രിയിലേക്ക് ഓടിയെത്തേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ഒരു കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ എന്നുള്ള മട്ടിൽ ഞങ്ങളും കൂടുതൽ നോക്കുന്നത് പനികളാണ്, വിവിധ തരം പനികളും അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന അസുഖങ്ങളും ആൾക്കാർ ഫേസ് ചെയ്യുന്ന അസുഖങ്ങളും. അപ്പോൾ കൂടുതലും നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുന്നു, വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലവും വെള്ളക്കെട്ടും വെള്ളക്കാലവും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും. അപ്പം വെള്ളം വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയായിരിക്കും നമ്മൾ കൂടുതലും കാണുന്നത്. ഒന്ന്, നമുക്കെല്ലാവരും അറിയാവുന്ന പോലെ പ്രത്യേകിച്ച് കൊച്ചിയിൽ കൊതുകിൻ്റെ ശല്യം കൂടുന്നു. അപ്പോൾ അത് മഴക്കാലത്ത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൂടെയും ഒക്കെ ആയിട്ട് കൊതുക് പെരുകുന്നു, കൊതുകിൻ്റെ കടി കൂടുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങൾ, ഡെങ്കിപ്പനി, അതൊക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ കാണുന്ന ഇപ്പോൾ ഒരു സീസണാണ് ഡെങ്കുവിൻ്റെ സീസൺ. കേരളത്തിൽ പ്രത്യേകിച്ചും പല സമയത്തും ഡെങ്കു ഉണ്ടാവുമെങ്കിലും ഈ സമയത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഡെങ്കിപ്പനിയാണ് ഒന്നാമത്തെ പ്രശ്നം, കൊതുക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. രണ്ടാമത് കെട്ടിക്കിടക്കുന്ന വെള്ളം, മലിനജലം കൊണ്ടുമൊക്കെ എല്ലാം ഈ മഴക്കാലം വരുമ്പോൾ വെള്ളം പൊങ്ങുന്നു, ഡ്രെയിനേജിൽ നിന്ന് വെള്ളം കയറുന്നു, റോഡുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു, പറമ്പിലുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് നമ്മൾ എലിപ്പനി പോലെയുള്ള സാംക്രമിക അസുഖങ്ങൾ. അപ്പം നമ്മൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. മലയാളിക്ക് മഴക്കാലവും വെള്ളവും ഒക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള കാര്യങ്ങളാണ്. മഴക്കാലത്താണ് കൂടുതൽ പരിപാടികളൊക്കെ നമ്മളൊന്നും മാറ്റി വെക്കുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് എടുക്കാതെ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന അസുഖങ്ങൾ. മൂന്നാമത്, ശുദ്ധജലം, നമ്മൾ കുടിക്കുന്ന വെള്ളം മലിനജലമായിട്ട് മിക്സ് ആവുന്ന അവസ്ഥ. അപ്പം മലിനജലം കുടിവെള്ളത്തിലെ പ്രശ്നത്തിലായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതാണ് നമുക്ക് കൂടുതലും വയറിളക്കമായിട്ടും അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത്. നാലാമതുണ്ടാകുന്നതാണ് ഈ നനവ്. എല്ലായിടത്തും അന്നേരം കോമൺ ആണല്ലോ. പുറത്തിറങ്ങുന്ന മഴ നനഞ്ഞിട്ടോ വെള്ളം നനഞ്ഞിട്ടോ ഉള്ളതുപോലെ തന്നെ ഈർപ്പം കൂടുതലുള്ള സമയമാണിതിപ്പം. അപ്പോൾ നമുക്ക് ഈ ഫംഗസ് അല്ലെങ്കിൽ കുമിൾ രോഗങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളായിട്ട് ഉണ്ടാകാവുന്ന അസുഖങ്ങൾ, അത് നനഞ്ഞ തുണി ഉണ്ടായാലും ഈ കാലെപ്പോഴും നനഞ്ഞിരിക്കുന്നതുകൊണ്ടായാലും അവയെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴുണ്ടാകുന്ന അസുഖങ്ങളാണ് പിന്നെ ഉണ്ടാകുന്ന മെയിൻ കാര്യങ്ങൾ. അങ്ങനെയാണ് പലരും ആശുപത്രി വരേണ്ടി വരിക.